Hi, good morning. I'm Assistant Professor Dr. Andrew, Mechanical Engineering Department, IS College of Engineering, Chitlappally. Welcome to this new video on Environmental Management Standards. എന്താണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളതിൽ മെയിനായിട്ട് 4 മെയിൻ പോയിന്റ്സ് ആണ് ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്? വാട്ട് ഡു എൻവയോൺമെൻറ്റൽ മാനേജേഴ്സ് ഡു? അതുപോലെ തന്നെ റീസൺസ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് EMS. EMS എന്ന് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ISO 14001:2015 സ്റ്റാൻഡേർഡ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഈ 4 പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി തന്നെ വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്? നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. എൻവയോൺമെൻറ്റ്, അതായത് പാരിസ്ഥിതികമായിട്ട് നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് വരുന്നുണ്ടോ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡെഫിനേഷനായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് എൻവയോൺമെൻറ്റൽ റിസ്ക് വിത്തിൻ ഡെയിലി ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഡെയിലി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മേ ബി മാനുഫാക്ചറിങ് ആവാം, കൺസ്ട്രക്ഷൻ ആവാം, ഹെൽത്ത് ആവാം, ട്രാൻസ്പോർട്ടേഷൻ ആവാം, ഫുഡ് ആവാം, ടൂറിസം ആവാം, ഏതുമാവാം. ഈ പറയുന്ന 7 മേഖലയിൽ നമ്മൾ മെയിനായിട്ട് 6 മേഖലയാണ് പറഞ്ഞത്. മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ഹെൽത്ത്, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, ടൂറിസം. ഈ പറയുന്ന ഏത് മേഖലയിലും അല്ലെങ്കിൽ ഇതിൽ പുറമെയുള്ള ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ വരുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രോബ്ലംസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഡു എൻവയോൺമെൻറ്റൽ മാനേജേഴ്സ് ഡു? ഇപ്പം എന്താണ് ഈ ഓർഗനൈസേഷൻ്റെ മാനേജേഴ്സ് ചെയ്യേണ്ടത്? ഒന്നുമില്ല. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജേഴ്സ് ടു പ്ലാൻ ഓർ ടു ആക്ടിവേറ്റ് ഓർ ടു മിനിമൈസ് ദ ഇമ്പാക്റ്റ് ഹാപ്പൻസ് ടു ദ എൻവയോൺമെൻറ്റ്. അതായത് പാരിസ്ഥിതികമായിട്ട് വരുന്ന പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യുക, അത് തന്നെയാണ് ആ മാനേജേഴ്സ് ചെയ്യേണ്ട പ്രധാന ഡ്യൂട്ടി. അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് മേ ബി പല പ്ലാൻസും അല്ലെങ്കിൽ പല ആക്ഷൻ പ്ലാൻസും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അതിന് ഇതെല്ലാം എൻവയോൺമെൻറ്റൽ മാനേജേഴ്സിൻ്റെ കടമയാണ്. അതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ റീസൺസ് ഫോർ ഇംപ്ലിമെൻറ്റിങ് EMS എന്ന് പറയുമ്പോൾ നമുക്കൊരു 7 പോയിന്റ്സ് പറയാനുണ്ട്. അപ്പോൾ എന്താണ് EMS എന്ന് പറഞ്ഞാൽ കൂടി ഡിഫൈൻ ചെയ്യണമെങ്കിൽ an environmental management system is a tool for managing the impact of an organization's activities on the environment. It provides a structured approach to planning and implementing environment protection measures. നമുക്ക് റീസൺസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 7 പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ബൈ പ്രിവെൻറ്റിംഗ് ഓർ mitigating adverse environmental impacts. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് mitigating the potential adverse effect of environmental conditions on the organization. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് assisting the organization in the fulfillment of compliance obligations. Next, enhancing environmental protection performance. And fifth one, controlling or influencing the way organizations' products and services are designed, manufactured, distributed, consumed, and disposed by using a life cycle perspective that can prevent environmental impacts from being unintentionally shifted elsewhere within the life cycle. And finally, moving to the 6th point, achieving financial and operational benefits that can result from implementing environmentally sound alternatives that strengthen the organization's market position. Yes. And finally, communicating environmental information to relevant interested parties. ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. EMS ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺസ്. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ISO 14001:2015 ആണ്. അതായത് ഈ സ്റ്റാൻഡേർഡ്സ് നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു
ഇത് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ 14,001 2015 എന്ന് പറയാം. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. 1996 1996 ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 2006 റിവൈസ് ചെയ്തു. ഫർദർ റിവൈസ് ചെയ്യുന്നത് 2015 2015 നമുക്കൊരു 10 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സാണ് ഈ സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. 14,001 2015 എന്ന് പറയുമ്പോൾ നമുക്ക് 10 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സാണ് മെയിനായിട്ട് അതിൽ വരുന്നത്. നമുക്ക് ഈ 10 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഒന്ന് പെട്ടെന്ന് നോക്കി പോവാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുക ഇൻട്രൊഡക്ഷനാണ്. ദെൻ അതിൻ്റെ സ്കോപ്പ്, ദെൻ നോമിനേറ്റീവ് റെഫറൻസസ്, ദെൻ ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്, then comes context of an organization, then leadership, planning, support, operation, performance evaluation and improvement. ഈ 10 points ആണ്. 10 points എന്ന് പറയുമ്പോൾ 0, 1, 2, 3 എന്ന് പറഞ്ഞു വരും. സോ 11 സ്റ്റെപ്സ് ആണ് ഈ ISO 14,001 2015 ഉള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം. ആ ഒരു 11 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ, ദെൻ സ്കോപ്പ്, ദെൻ നോമിനേറ്റീവ് റെഫറൻസസ്, ദെൻ ഫോർത്ത് വൺ ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്, ദെൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ലീഡർഷിപ്പ്, പ്ലാനിങ്, സപ്പോർട്ട്, ഓപ്പറേഷൻ, പെർഫോമൻസ് ആൻഡ് ഇവാലുവേഷൻ ആൻഡ് ഫൈനലി ഇംപ്രൂവ്മെൻറ്റ്. ഇത്രയാണ് നമ്മൾ EMS അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.